അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുള്ള ഒരു സംശയമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മലക്ക് മുഖാന്തരം ആ കുഞ്ഞ് സ്വർഗ്ഗത്തിലാണോ നരകത്തിലാണോ അല്ലെങ്കിൽ സന്മാർഗിയാണോ ദുർമാർഗിയാണോ എന്ന് രേഖപ്പെടുത്തുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പിന്നെ എന്തിന് നമ്മൾ സൽക്കർമ്മം ചെയ്യണം? പിന്നെ നമ്മൾ എന്തിന് പ്രാർത്ഥിക്കണം? അള്ളാഹു മുൻകൂട്ടി ഒരു കുഞ്ഞ് ജനിക്കും മുമ്പ് തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ലേ? അയാൾ അങ്ങനെ തന്നെയല്ലേ പോവുള്ളൂ? നരകത്തിലാണെങ്കിൽ നരകത്തിൽ നമ്മൾ എന്തിന് ഇവിടെ കിടന്ന് വലിയ വലിയ സൽക്കർമ്മത്തിന്റെ പുറകെ പോകണം എന്നുള്ളൊരു ചോദ്യം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് ഖിലാഫത്തിന്റെ യോഗ്യത കൊടുത്തിട്ടാണ്. ഖിലാഫത്തിന്റെ യോഗ്യത എന്തെന്നാൽ നന്മയും തിന്മയും ഇവിടെ അള്ളാഹു രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഒരു മനുഷ്യന് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. നന്മ തിരഞ്ഞെടുത്ത് പരലോകത്തിൽ വിജയം പ്രാപിക്കാം, തിന്മ തിരഞ്ഞെടുത്ത് പരലോകത്തിൽ നരകം പ്രാപിക്കാം. ഇത് ആ ഒരു മനുഷ്യൻ തിരഞ്ഞെടുക്കാനുള്ള അവകാശം അള്ളാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയും പിന്നെ അവനിക്ക് നരകം അല്ലെങ്കിൽ സ്വർഗം ഫിക്സഡ് ആയിട്ട് കൊടുക്കുകയും അള്ളാഹു ചെയ്യില്ല. അത് രണ്ടും വൈരുദ്ധ്യമാണ്, അല്ലെ? അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തുന്നത് എങ്ങനെയെന്നാൽ അള്ളാഹുവിന് നിലവിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കുമല്ലോ. നാളെ ഇവിടെ എന്തെല്ലാം നടക്കും, ഈ ഭൂമിയിലും ആകാശത്തിലും എന്തെല്ലാം നടക്കുമെന്ന് അറിയാൻ അള്ളാഹുവിന് സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസക്കുറവുണ്ടാവില്ല, അറിയാൻ സാധിക്കും. അപ്പൊ നാളത്തെ കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞ്, 10 വർഷം കഴിഞ്ഞ്, 80 വർഷം കഴിഞ്ഞ് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ മുൻകൂട്ടി അള്ളാഹുവിനെ അറിയാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിക്കും അതിനൊരു എതിരഭിപ്രായം ഉണ്ടാവില്ല. എന്നതുപോലെ ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് മുമ്പ് അള്ളാഹു രേഖപ്പെടുത്തുന്നത് ആ മനുഷ്യന്റെ ജീവിത അവസാനം വരെ അവൻ എങ്ങനെ ജീവിക്കുന്നു, അവൻ നന്മ തിരഞ്ഞെടുക്കുന്നോ തിന്മ തിരഞ്ഞെടുക്കുന്നോ, എന്നിട്ട് അവന്റെ പര്യവസാനം എങ്ങനെയാണ്, ഇതെല്ലാം അള്ളാഹു ഇവന്റെ ജീവിതം മരണം വരെ അള്ളാഹു നോക്കി കണ്ടതിന് ശേഷം അത് അള്ളാഹു മുൻകൂട്ടി രേഖപ്പെടുത്തുന്നു എന്ന് മാത്രം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ ജനിച്ച് മരിച്ച് വരുന്നത് വരെ മുൻകൂട്ടി കാണുന്നു. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് കാണുന്നത് പോലെ തന്നെ ആ എത്ര വർഷത്തിന് ശേഷം ഇവിടെ എന്തെല്ലാം നടക്കുന്നു എന്ന് അള്ളാഹു നേരത്തെ അറിയാൻ പറ്റും. ആ ഒരു മനുഷ്യൻ ഏതെല്ലാം തിരഞ്ഞെടുക്കുന്നു എന്ന് അള്ളാഹു നേരത്തെ അറിയുന്ന കാര്യം അവിടെ രേഖപ്പെടുത്തുന്നു. ആ രേഖപ്പെടുത്തുന്നു ഒരിക്കലും വെളിപ്പെടുത്തുന്നില്ല, ആ മനുഷ്യനോട് വേറെ ആരോടും വെളിപ്പെടുത്തുന്നില്ല. ആ മനുഷ്യൻ പക്ഷെ നമ്മളുടെ സൽക്കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമ്മൾ സ്വർഗ്ഗത്തിലും നരകത്തിലും പ്രവേശിക്കുക. അള്ളാഹു അത് മുൻകൂട്ടി നമ്മളുടെ മരണം സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ഏത് അവസ്ഥയിലാണോ അതിന്റെ പര്യവസാനമാണ് നമുക്ക് പരലോകത്തിൽ സംഭവിക്കുക. അത് അള്ളാഹു മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നു, അള്ളാഹു അത് രേഖപ്പെടുത്തുന്നു, അത്രമാത്രം. അല്ലാതെ അള്ളാഹു ഒരിക്കലും ഒരു മനുഷ്യനെ നേരത്തെ മുൻകൂട്ടി ഫിക്സ് ചെയ്ത് നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ തീരുമാനിച്ചുകൊണ്ട് ഇവിടെ സൃഷ്ടിക്കുന്നില്ല. അതാണ് എനിക്ക് ഇതിൽ എന്റെ പഠനത്തിൽ നിന്ന് കിട്ടിയ ഉത്തരം. നിങ്ങൾക്കും പരിശോധിക്കാം, ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തുക. അസ്സലാമു അലൈക്കും.